نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم يردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹാദരണീയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എവരെയും ഒരുമിച്ച് കൂട്ടി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് ഒരിക്കൽ പറഞ്ഞ ഒരു വാചകം ഇപ്രകാരമാണ്. അദ്ദേഹം പറയുകയാണ്, ലൗ അന്നൽ ബഹാഇമ തഅഖിലു മിനൽ മൗത്ത്, നിശ്ചയമായും മൃഗങ്ങൾ മരണത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മാ തഅഖിലൂന, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ, നിങ്ങൾ അറിഞ്ഞതുപോലെ മൃഗങ്ങൾ മരണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ അകൽതും മിൻഹാ സമീന, അവയിൽ നിന്നും തടിച്ചു കൊഴുത്ത മൃഗങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയുകയില്ലായിരുന്നു. ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. മരണത്തെക്കുറിച്ച് അവർ നമ്മൾ അറിഞ്ഞതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ അവയിൽ നിന്നും തടിച്ചു കൊഴുത്ത മൃഗങ്ങളുടെ മാംസം നമുക്ക് ഭക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ
അവർ ശോഷിക്കുമായിരുന്നു മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ എന്നാണ് സുഫിയാൻ സൗരി റഹ്മഹുല്ല പറഞ്ഞത്. അത്രയ്ക്കും ചിന്തിച്ചാൽ എമ്പാടുമുള്ള വളരെയേറെ നമ്മളെ ഭയപ്പെടുത്തേണ്ട, നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട, നമ്മളിൽ തിരുത്തലുകൾ ഉണ്ടാക്കേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ മരണചിന്ത എന്നുള്ളത്. മരണം പല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലരിലായിട്ടും സംഭവിച്ചിട്ടുണ്ട്. പിഞ്ചു കുഞ്ഞിന്റെ തൊണ്ടയിൽ മുലപ്പാല് കുടുങ്ങി അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് ഇറങ്ങി മരണം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1, 2, 3 പ്രായമായിട്ടുള്ള മാസം പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുമല്ലെങ്കിൽ മരണപ്പെട്ട ഒരു വ്യക്തിക്ക് ഖബറ് കുഴിച്ച വ്യക്തി വൈകുന്നേരം മരണപ്പെടുകയാണ്. ഒരുപാട് സംഭവങ്ങൾ നമ്മളുടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ മരണങ്ങൾ ഒന്നാമതായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മരണം ഉറപ്പാണ് എന്നുള്ളതാണ്. ഏത് സമയത്തും ഏത് കാലത്തും എവിടെയായിരുന്നാലും മരണം സംഭവിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പറഞ്ഞു. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീഖും. നിങ്ങൾ ഓടിയകലുന്ന മരണം അത് നിങ്ങളെ കണ്ടുമുട്ടും. തീർച്ചയായും അത് വരേണ്ട സ്ഥലത്ത് എത്തുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, താങ്കളും മരണപ്പെടുമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ കുറിച്ചൊക്കെ ഓർത്ത ദിനങ്ങളാണ് നമ്മൾ നിന്ന് കഴിഞ്ഞു പോയത്. നിങ്ങളെക്കാളും ഇരട്ടി വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നും മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ എന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാൻ സാധിക്കും. പല ആളുകൾക്കും മരിക്കരുതേ എന്നാണ് ആഗ്രഹം. ദുനിയാവിലെ ജീവിതത്തിൽ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, മരണമില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ മരണം പിടികൂടുക തന്നെ ചെയ്യും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യസാലു ഖൽബുൽ കബീർ. ഒരു വൃദ്ധനായ അല്ലെങ്കിൽ ഒരു വൃദ്ധന്റെ ഹൃദയം, അതുപോലെ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ശാബ്ബം ഫിസ്നതൈനി ഫി ഹുബ്ബിദ് ദുനിയ വതൂലിൽ അമൽ, 2 കാര്യങ്ങളിൽ അവൻ യുവത്വത്തിലായിരിക്കുമെന്നാണ് ഒരു വൃദ്ധൻ. ആ 2 കാര്യങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, ഒന്ന് ഹുബ്ബുദ് ദുനിയ, ദുനിയാവിനോടുള്ള അടങ്ങാത്ത ഹുബ്ബ്, ഇഷ്ടം. അതുപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞു വതൂലിൽ അമൽ, ദീർഘായുസ്. അത് ലഭിക്കുന്ന വിഷയത്തിലും വൃദ്ധന്റെ ഹൃദയം അത് യുവത്വത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, വാർദ്ധക്യത്തിലേക്ക് എത്തണമെന്നില്ല, യുവത്വത്തിലേക്ക് എത്തണമെന്നില്ല, മധ്യവയസ്കതയിലേക്ക് എത്തണമെന്നില്ല. ഏത് നിമിഷവും സംഭവിക്കുന്ന ഒന്നാണ് മരണം. പലപ്പോഴും നമ്മൾ വിചാരിക്കും എല്ലാം പൂർത്തിയായ ശേഷമൊക്കെ ഒന്ന് നന്നാകാം, കുറച്ചുകൂടി ഒന്ന് ഊർജ്ജസ്വലമായി ദീനി രംഗത്തുണ്ടാകണമെന്നൊക്കെ ചില ആളുകൾ വിചാരിക്കും. വീട് പണി കഴിഞ്ഞിട്ടില്ല, അതൊന്ന് പൂർത്തിയാകട്ടെ. അതല്ലെങ്കിൽ മക്കളുടെ വിവാഹം നടക്കാനുണ്ട്, മക്കൾ പഠിക്കുകയാണ്, അവരുടെ പഠനം പൂർത്തിയായിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ ദുനിയാവിലെ വിഷയങ്ങൾക്ക് പുറകെ ഓടി അലഞ്ഞ് അതിനിടയിൽ എപ്പോഴോ ഒരപകടത്തിന്റെ രൂപത്തിലോ അസുഖമായിട്ടോ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന ധാരാളക്കണക്കിന് ആളുകളെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ലക്ഷ്യബോധമില്ലാതെ ജീവിച്ചു മരിച്ചു പോകുന്നവർ. ചിന്തിക്കണം നമ്മൾ. മഹാനായ ഷെയ്ഖ് സാലിഹ് ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, അൻത ലാ തസ്അലു മതാ തമൂത്. നീ എപ്പോഴാ മരിക്കുക എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, എപ്പോഴാണ് മരിക്കുക എന്ന് ചോദിക്കേണ്ടതില്ല. വല ഐന തമൂത്, എവിടെയാണ് മരിക്കുക എന്നും നീ ചോദിക്കേണ്ട കാര്യമില്ല. ലിഅന്ന ഹാദാ അംറുൻ ലാ യഹ്താജു ഇലാ സുആൽ. അതിനൊരു ചോദ്യത്തിന്റെ ആവശ്യകത പോലുമില്ല, ഒരു ചോദ്യത്തിന്റെ ആവശ്യകത പോലുമില്ല. അത് നിശ്ചയമായ കാര്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് എവിടെയാണോ അള്ളാഹു നിശ്ചയിച്ചത് അവിടെ എത്തിക്കുമെന്നുള്ളതാണ്. എന്റെ ഭാര്യയുടെ വീട്, അവിടെ ഉള്ള ഒരു പയ്യൻ, 19 വയസ്സുള്ള ഒരു പയ്യൻ
നാട്ടിലൊക്കെ നല്ല അഭിപ്രായമുള്ള പയ്യനാണ്. അധികമൊന്നും അങ്ങനെ ഒറ്റ മോനായതുകൊണ്ട് വീട്ടുകാർ അധികം ഒന്നും വിടത്തില്ല പുറത്തേക്കും. അങ്ങനെ അവൻ ഒത്തിരി വലുതായി അവൻ കൂട്ടുകാരോടൊത്ത് പിന്നെ ഒരു യാത്ര പോയതാണ്. യാത്ര പോയി അങ്ങ് ഈരാറ്റുപേട്ടയിലെത്തി. അവൻ അങ്ങനെ കൂട്ടുകാരോടൊപ്പം അങ്ങനെ ഒരു പോകുന്ന ശീലമില്ലെന്നാണ്. അത്രയും ദൂരം പോകുന്ന ഒരു ശീലമില്ല, പോകാറില്ല. ഈ പറയുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങനെ കുളി നടത്തുന്ന ശീലമൊന്നുമില്ലെന്നാണ് അവരുടെ അറിവിൽ. പക്ഷെ അവൻ അവിടെ ഇറങ്ങി, അവൻ മുങ്ങി മരിക്കുകയാണ്. നൂറുകണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതാണ് ആ മരണം. അതിനുവേണ്ടി ഇവിടെ നിന്നും യാത്ര ചെയ്ത് അവിടെ എത്തും. അള്ളാഹു അതിനൊരു കാരണമുണ്ടാക്കും. എവിടെയാണോ നമ്മുടെ മരണം അള്ളാഹു നിശ്ചയിച്ചത്, ആ നിശ്ചയിച്ച സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുമെന്നുള്ളതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് എവിടെയോ എങ്ങനെയോ ഏതോ രൂപത്തിൽ ഒരു മരണം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഇന്നോ നാളെയോ എപ്പോഴെങ്കിലും സംഭവിക്കുമെന്ന വിഷയത്തിൽ സംശയവുമില്ല. അതുകൊണ്ടൊരു ഒരുക്കം നമുക്കൊക്കെ അനിവാര്യമാണ്. മരണത്തിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സമയവും ആരോഗ്യവും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചതും നമ്മൾ മനസ്സിലാക്കിയതും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും, നമ്മൾ പഠിച്ചത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുമൊക്കെയുള്ള ഒരു സമയമായിട്ട് ഈ സമയത്ത് നമ്മൾ കാണണം. ഏത് സമയം? ആരോഗ്യമുള്ള സമയം, ആയുസ് നിലനിൽക്കുന്ന സമയം. നമുക്കറിയാം, അങ്ങോട്ടങ്ങോട്ട് പോകുന്തോറും നമ്മുടെ കണ്ണിന്റെ കാഴ്ചകളൊക്കെ കുറച്ച് കുറയും, മുടിയുടെ നിറമൊക്കെ ഒന്ന് മാറും, തൊലിയുടെയൊക്കെ അവസ്ഥ ഒന്ന് മാറും, ഒരല്പം പ്രയാസമൊക്കെ വരും, സ്റ്റെപ്പ് കയറാൻ പ്രയാസം വരും, വാഹനത്തിലേക്ക് കയറാൻ പ്രയാസം വരും, മുമ്പില്ലാത്തതുപോലെയുള്ള ക്ഷീണങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങും. അതിനൊക്കെ മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണമെന്നാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അംസൈത ഫലാ തന്തളിരി സ്വബാഹ്, നീ വൈകുന്നേരമായാൽ പ്രഭാതത്തെ പ്രതീക്ഷിക്കണമെന്നില്ല. പ്രഭാതത്തെ പ്രതീക്ഷിക്കേണ്ട. നീ അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടതില്ല. പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ നീ പ്രദോഷത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. നിന്റെ ആരോഗ്യ നാളുകളിൽ നിന്ന് നീ നിന്റെ രോഗത്തിന്റെ നാളുകളിലേക്ക് എത്തും. നിന്റെ ജീവിതത്തിൽ നിന്നും നീ മരണത്തിലേക്ക് എത്തും. ആ മരണാനന്തര ജീവിതത്തിലേക്കുള്ള പുണ്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നിന്റെ ദുനിയാവിനെ നീ ഉപയോഗപ്പെടുത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ എല്ലാം ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മയ്യത്ത് ഖബറടക്കുന്ന സന്ദർഭത്തിൽ ആ മയ്യത്തിന്റെ അരികിലായിക്കൊണ്ട് ആ ഖബറിന്റെ വക്കിലിരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ട് പറയുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും, നിങ്ങളും തയ്യാറെടുക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അത് മാത്രവുമല്ല, ഒരുപാട് സംഭവങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വേദനയെ സംബന്ധിച്ചും അതിന്റെ പ്രയാസങ്ങളെ സംബന്ധിച്ചും അതിനുവേണ്ടി ഒരുങ്ങേണ്ടതിനെ സംബന്ധിച്ചും വ്യത്യസ്തമായ ഹദീസുകളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആയത്തുകൾ ഓതിക്കൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദുനിയാവിന്റെ പിറകെയുള്ള ഈ ഒരു ഓട്ടം, അത് ദുനിയാവ് പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. ദുനിയാവ് വേണം, പക്ഷേ ആഖിറം ഒഴിവാക്കിക്കൊണ്ട്, പരലോകം ഒഴിവാക്കിക്കൊണ്ട്, അവിടുത്തെ നന്മകൾ കുറയുന്ന അവസ്ഥയിലായിക്കൊണ്ട് നമ്മൾ ദുനിയാവിന്റെ പിറകെ ഓടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നാണ്. കാരണം നീ സമുദ്രത്തിലേക്ക് നിന്റെ വിരലുകളൊന്ന് മുക്കിയെടുത്താൽ ആ വിരലിന്റെ അറ്റത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലകണികയുണ്ടല്ലോ, അതാണ് ദുനിയാവ്. ആ സമുദ്രമായിരിക്കും ഒരു പക്ഷേ ആഖിറം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൈകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. വിശ്വാസികളെ, നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും അവരവരുടെ ജീവിതം എടുത്തൊന്ന് പരിശോധിക്കാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. കുറെ വിലാപങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ആ വിലാപങ്ങളിൽ ഒരു വിലാപം ദുനിയാവ് ലഭിച്ചിട്ട് ആഖിറത്തിലേക്കുള്ള യാത്രയിൽ നടത്തുന്ന വിലാപമാണ്. സത്യം തിരിച്ചറിയാതെ പോയല്ലോ, സമയത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോയല്ലോ,
ആരോഗ്യത്തെ വിനിയോഗിക്കാൻ പറ്റാതെ പോയല്ലോ, ആയുസ് ഇതാ അവസാനിച്ചല്ലോ, ഇനി ഒരു തിരിച്ചു വരവില്ലല്ലോ, ഇനി ഒരു ദുനിയാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. റബ്ബേ ഒന്നെന്നെ മടക്കണം, ലഅല്ലി യഅമലു, എനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, സ്വാലിഹൻ ഫീമാ തറക്, ഞാൻ ഉപേക്ഷ വരുത്തിയ കർമ്മങ്ങൾ എനിക്കൊന്ന് പ്രവർത്തിക്കാൻ വേണ്ടി, ഒന്നുകൂടെ ഒന്ന് നിർവഹിക്കാൻ വേണ്ടി, ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി, ഒരു നല്ല ആളാകാൻ വേണ്ടി എനിക്ക് വേണ്ടത് ആയുസ്സാണ്, എന്റെ ജീവൻ ഇത് അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കും. അല്ലാഹു തആല ആ വാക്കുകളെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു തആല പറയും, ഇനിയില്ല, ഇനി ബർസഖ, അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പാൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമുക്കൊരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിനെ ഏറ്റവും നല്ല രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്താനും ചിന്തിക്കുവാനും അത് ജീവിതത്തിൽ നന്മയോടൊപ്പം അത്തരത്തിലുള്ള ആളുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഒരു പര്യവസാനം, ഏറ്റവും നല്ല ഒരു മരണം അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിലെ ചിന്തകളിൽ നിന്നും അല്ലെങ്കിൽ ദുനിയാവിലെ കബളിപ്പിക്കലുകളിൽ നിന്നും അല്ലാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ദിവസം ഒരു വലിയ പണ്ഡിതന്റെ വിയോഗ വാർത്ത നമ്മളൊക്കെ കേട്ട് കാണും. ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് എന്നറിയപ്പെടുന്ന ലോകപ്രശസ്തനായ ഒരു പണ്ഡിതൻ, സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ആലു ഷെയ്ഖ് അള്ളാഹുവിന്റെ സൗദത്തിലേക്ക് മടങ്ങിയ വാർത്തയാണ് നമ്മൾ കേട്ടത്. 18-ാമത്തെയോ 19-ാമത്തെയോ വയസ്സിൽ കണ്ണിന് അന്ധത ബാധിക്കുകയും അതിനുശേഷം ഈ ലോകത്തെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള യാതൊന്നും കാണാതെ തന്നെ ലോകം അറിയപ്പെടുന്ന ഒരു വലിയ പണ്ഡിതനായി മാറി എന്നുള്ളത് വലിയ ഒരു അത്ഭുതമാണ്. പണ്ഡിതരുടെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം എത്തി എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ്. ആ വിഷയത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ചെറുപ്രായത്തിൽ തന്നെ ബാപ്പ മരണപ്പെടുകയാണ്. അതിനുശേഷം പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുകയും അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അവഗാഹം നേടുകയും അങ്ങനെ വളരെ ആഴത്തിലേക്കുള്ള പഠനത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു വലിയ പിന്തുണയായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. അതുപോലെ തന്നെ മറ്റൊരുപാട് പ്രത്യേകതകളുണ്ട്. മസ്ജിദുൻ നമിറ, ഹജ്ജ് നിർവഹിക്കുന്ന സന്ദർഭങ്ങളിൽ, ഉംറ നിർവഹിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മസ്ജിദുൻ നമിറയിൽ ഏകദേശം 36ഓളം തവണ അറഫ പ്രസംഗം നിർവഹിക്കാനുള്ള ഭാഗ്യം, അതായത് ചരിത്രത്തിൽ ഏറ്റവും അധികം അറഫ പ്രസംഗം നിർവഹിച്ചത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിലാണ് ISIS എന്ന് പറയുന്നത് ഭീകര സംഘടനയാണെന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവും അവർക്ക് ഇല്ല എന്നും തുറന്നു പ്രഖ്യാപിച്ചത് ഈ മഹാനായിരുന്നു. അതുപോലെ തന്നെ 50-ലധികം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും അള്ളാഹുവിന്റെ ഒരുപാട് ഖൈറുകൾ, നിഅമത്തുകൾ ഈ ദുനിയാവിൽ നിന്നും നേടിയെടുക്കാൻ സാധിക്കുകയും ആ രൂപത്തിൽ മരണപ്പെടാൻ സാധിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കുകയും അദ്ദേഹത്തിന്റെ ദറജകൾ, പദവികൾ അള്ളാഹു ഉയർത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. പണ്ഡിതന്മാരുടെ വിയോഗം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരാ നഷ്ടമാണ്. ആ വിഷയത്തിൽ ഒരു പണ്ഡിതൻ ഒരു ഉപമ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒരു വ്യക്തിയുടെ കയ്യിൽ ലൈറ്റ് ഉണ്ട്, വെട്ടമുണ്ട്. ആ ലൈറ്റ് അടിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സമൂഹത്തെയും അദ്ദേഹം മുന്നോട്ട് നയിക്കുകയാണ്.
ആ ലൈറ്റ് അണഞ്ഞു പോയാൽ അവിടെയുള്ള ആളുകൾ വീണ്ടും അന്ധകാരത്തിലേക്ക് അകപ്പെട്ടു പോകും എന്ന് പറയുന്നത് പോലെയാണ്. ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്നവരാണ് പണ്ഡിതന്മാർ. കല്ലും മുള്ളും അപകടങ്ങളുമൊക്കെ പതിയിരിക്കുന്നത് തിരിച്ചറിയാൻ സാധിക്കുന്നത് പ്രകാശമുള്ളപ്പോഴായിരിക്കും, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടു പോകും. ആ രൂപത്തിൽ അപകടങ്ങളിൽ നിന്നും നേരായ പാതയിലേക്ക് വഴിതെളിക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹം അവരുടെ വിയോഗത്തോടുകൂടി ഇരുട്ടിലാകുമെന്നാണ് ആ വിഷയത്തിൽ ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രവുമല്ല, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് 13-ാം അധ്യായം അതിലെ 41-ാമത്തെ വചനത്തിൽ അവലം യറൗ അന്നാ നഅതിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ വല്ലാഹു യഹ്കുമു ലാ മുഅഖബ ലിഹുക്മിഹി വഹുവ സരീഉൽ ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നാം ഭൂമിയിൽ ചെന്ന് അതിന്റെ നാനാവശങ്ങളിൽ നിന്നും അതിനെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടില്ലേ? അതിനെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടില്ലേ? അല്ലാഹു വിധിക്കുന്നു, അള്ളാഹു വിധിക്കുന്നു. അവന്റെ വിധി ഭേദഗതി ചെയ്യാൻ ആരും തന്നെയില്ല. അവൻ അതിവേഗത്തിൽ കണക്ക് നോക്കുന്നവനാണ് എന്ന ഒരു വചനത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ദഹാബു ഉലമാഇഹാ വഫുഖഹാഇഹാ വഖിയാരി അഹ്ലിഹാ. അള്ളാഹു ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലുള്ള പണ്ഡിതന്മാരുടെ, ഫുഖഹാക്കളുടെ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ, ആ നാട്ടിലുള്ള ശ്രേഷ്ഠരായ നിവാസികളുടെ വിയോഗത്തെ സംബന്ധിച്ചാണ് ആ ആയത്തിനെ കുറിച്ച് പറയുന്നത് എന്ന് പറയുന്നത്. മഹാനായ മുജാഹിദ് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അത് ഉദ്ദേശിക്കുന്നത് മൗത്തുൽ ഉലമാ, പണ്ഡിതന്മാരുടെ വിയോഗമാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് മാത്രവുമല്ല, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നിന്ന് വരുന്ന ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ അൻ യുർഫഅൽ ഇൽം. അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അറിവ് ഉയർത്തപ്പെടുക എന്നുള്ളത്. പണ്ഡിതന്മാരുടെ വിയോഗത്തോടുകൂടി സംഭവിക്കുന്നത് അറിവ് ഉയർത്തപ്പെടലാണ് എന്നുള്ളതും നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ നാശത്തിന്റെ അടയാളം, തിന്മകളിലേക്ക് ജനങ്ങൾ ചെന്നു ചാടുവാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നതൊക്കെ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെയും നേതൃത്വം നൽകുന്ന ആളുകളുടെയും ഒക്കെ വിയോഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളുടെ വിയോഗ നഷ്ടമാണ് നമ്മളുടെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരുടെ ആഫിയത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ദീർഘായുസ്സിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിലുള്ള, നമ്മുടെ യഥാർത്ഥമായ കറകളഞ്ഞ ഇസ്ലാമിന്റെ ആദർശത്തെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന, അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ പഠനം നടത്തുന്ന, അതിനുവേണ്ടി എല്ലാ രൂപത്തിലും അവരുടെ ലൗകികമായ പല സുഖങ്ങളും മാറ്റിവെച്ചിട്ട് പോലും ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന നമ്മളുടെ പണ്ഡിതന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ പല സഹോദരങ്ങളും ദുആ ചെയ്യുവാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ കുഞ്ഞ് ഒരല്പം പ്രയാസത്തിലാണ്. ശരീരം പൊട്ടി രക്തമൊലിച്ച് ഒരു വലിയ പ്രയാസം ആ വിഷയത്തിൽ ഒരു കുഞ്ഞ് അനുഭവിക്കുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ശിഫായിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം ആ കുഞ്ഞിന് പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരത്തിൽ പലതരത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ നമ്മളുടെ സഹോദരങ്ങളും നമ്മുടെ മക്കളും ഒക്കെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ കുടുംബത്തിലും നമ്മളുടെ ഇണകളിലും നമ്മളുടെ മക്കളിലും നമ്മളുടെ ഉപജീവനത്തിലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ നാനാഭാഗങ്ങളിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ, ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ പാപങ്ങളും തിന്മകളും നീ പുറത്ത് ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ ഞങ്ങളിൽ നിന്നും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയ മഹാനായ ആ പണ്ഡിതനും മറ്റുള്ള ഞങ്ങൾ നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കളും മറ്റു പണ്ഡിതന്മാരും ഉസ്താഖന്മാരും ഒക്കെ അല്ലാഹു അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുവാൻ
പ്രയാസപ്പെടുന്ന, സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാൻ കഴിയാതെ സ്വന്തം നാട് വിട്ട് ഒന്നുമില്ലാതെ നടന്നു പോകേണ്ട ഭീതിയോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഒരു ജനത ഫലസ്തീന്റെ മണ്ണിലുണ്ട് റബ്ബേ. അവർക്ക് നീ സമാധാനം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവർക്ക് നീ രക്ഷ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവർ അനുഭവിക്കുന്ന തീക്ഷ്ണമായ ആ തീച്ചൂളയാകുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമായി അവർക്കൊരു സന്തോഷം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവർക്കൊരു സംതൃപ്തിയും ഒരു സമാധാനവും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. അവരിൽ അക്രമം അഴിച്ചുവിടുന്ന ശത്രുക്കൾക്ക് നീ നിന്ദ്യത കൊടുക്കണേ അല്ലാഹ്. അവരിൽ നീ നാശം വരുത്തണേ റബ്ബേ. അല്ലാഹുമ്മ ഖുൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.